സുഹൃത്തുക്കളെ, എൻ്റെ വീട്ടിൽ വളർത്തുന്ന ചില ഔഷധ ഗുണമുള്ള സസ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ചില ഔഷധ സസ്യങ്ങൾ ആദ്യമായിട്ടാണ് ഇതാണ് കച്ചോലം അഥവാ ആരോമാറ്റിക് ജിഞ്ചർ. കച്ചോലത്തിൻ്റെ ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇത് കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് കച്ചോളം. ഇത് സുഗന്ധവ്യഞ്ജനങ്ങളിൽ പെടുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കിഴങ്ങ് പാലിൽ ചേർത്ത് തിളപ്പിച്ചാറ്റി കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികളുടെ വൈറസ് സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം നല്ല ഉത്തമ ഔഷധ ഗുണമാണ്. അതുപോലെ തന്നെ കഫക്കെട്ട്, ഇതിൻ്റെ കിഴങ്ങ് നമ്മുടെ കറികളെല്ലാം ചേർത്താൽ നല്ല സുഗന്ധം കിട്ടും. നല്ലൊരു ഉത്തമ ഔഷധമാണ് കച്ചോലം. അടുത്തതായി മുറിയൂട്ടി. ഇതിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് മുറിവ് എന്തെങ്കിലും ഉണ്ടായാൽ ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് മുറിവിൽ പുരട്ടിയാൽ മുറി പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. നല്ല ഔഷധ ഗുണമുള്ള സസ്യമാണിത്, മുറിയൂട്ടി. ഇവിടെ ധാരാളമുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും സുപരിചിതമായ ശവന്നാരി എന്ന പേരിൽ അറിയപ്പെടുന്ന നിത്യകല്യാണി, ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണിത്. അടുത്തതായി പരിചയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സസ്യമാണ്, ഔഷധ സസ്യമാണ് അയ്യമ്പാന അഥവാ നാഗവെറ്റില എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണിത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഇതിനെ മൃതസഞ്ജീവനി എന്ന് പറയും. എന്നാൽ മൃതസഞ്ജീവനി അല്ല ഇത്. ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്ന് വെച്ചാൽ, ആർഷ്യസ് ഉള്ളവർക്ക് ഇതിൻ്റെ ഇല രാവിലെ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഇത് വിഷകണ്ഠകൻ എന്നൊരു പേരും കൂടിയുണ്ട് ഇതിന്. ഇത് നമ്മളെ തേള്, കരിങ്കണ്ണ് അങ്ങനത്തെയൊക്കെ കടിച്ചാൽ ഇതിൻ്റെ ഇല പിഴിഞ്ഞ് അവിടെ പുരട്ടിയാൽ മതി. നല്ലൊരു, ഇത് മാത്രമല്ല വേറെ കുറേ ഔഷധ ഗുണങ്ങളുമുണ്ട് ഇതിന്. നാഗവെറ്റില, അയ്യമ്പാന എന്നറിയപ്പെടുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട സസ്യമാണ് ആരോഗ്യപ്പച്ച. ആരോഗ്യപ്പച്ച എന്ന് പറയുമ്പോൾ, ആരോഗ്യപ്പച്ച ഒരു നല്ല ഔഷധ ഗുണമുള്ള സസ്യമാണ്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, 1990 അഗസ്ത്യ പർവ്വതത്തിന് താഴെയുള്ള ആദിവാസി സമൂഹത്തിൽപ്പെട്ട കാണി വർഗ്ഗക്കാരാണ് ഇതാദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഇത് വളരെ ഔഷധ ഗുണമുള്ള സസ്യമാണ്. ഇതിൻ്റെ ഇലയും ഇതിൻ്റെ കായ്കളും കഴിച്ചാൽ ഒരു ദിവസം 2 ദിവസം നമുക്ക് ഒന്നുമില്ലാണ്ട് ജീവിക്കാം. അങ്ങനത്തെ ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണ്. കുറേ പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുന്നേ. ഇതാണ് ആരോഗ്യപ്പച്ച.